2021 തങ്ങൾ വേർപിരിഞ്ഞെന്ന് വ്യക്തമാക്കിക്കൊണ്ട് നടി സാമന്തയും നടൻ നാഗചൈതന്യയും ഔദ്യോഗികമായി പ്രസ്താവനകൾ പുറത്തുവിട്ടിരുന്നു. വിവാഹമോചനത്തിന് പിന്നാലെ പ്രത്യാരോപണങ്ങളൊന്നും തന്നെ ഉന്നയിക്കുവാൻ സാമന്തയോ നാഗചൈതന്യയോ ഇത്രകാലവും മുതിർന്നിട്ടില്ല. എന്നാൽ സൗഹൃദത്തിൽ മുന്നോട്ടു പോകുവാനും ഇവർ ശ്രമിച്ചിട്ടില്ല. ഇതേക്കുറിച്ചൊക്കെ കൂടുതൽ വ്യക്തത വരുത്തിയെത്തിയിരിക്കുകയാണ് സാമന്തയുടെ അടുത്ത വൃത്തങ്ങൾ. തന്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് സാമന്ത ഒരിക്കലും എവിടെയും സംസാരിക്കാറില്ല. പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച് മാത്രമേ നടി ഇപ്പോൾ സംസാരിക്കാറുള്ളൂ. സാമന്തയും നാഗചൈതന്യവും ഈ ഒരു വേർപിരിയലിൽ നിന്നും ഇപ്പോൾ മൂവ് ഓൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ആരാധകർ അത് മനസ്സിലാക്കണമെന്നും വീണ്ടും താരങ്ങൾ ഒരുമിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുതെന്നും ഈ വൃത്തങ്ങൾ പറയുകയാണ്. അടുത്തിടെ ആമസോൺ പ്രൈമിന്റെ ഒരു ഇവന്റിന് ഇരുവരും വന്നതിനെ കുറിച്ചുമൊക്കെ ഈ ഒരു ഇൻസൈഡർ സംസാരിക്കുകയുണ്ടായി. രണ്ടുപേരും വരുന്ന സമയം നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിരുന്നു. പരസ്പരം കണ്ടുമുട്ടൽ ഒഴിവാക്കുവാനും അതേക്കുറിച്ചൊക്കെ മാധ്യമങ്ങളിലടക്കം വാർത്തകൾ വരാതിരിക്കുവാനും വേണ്ടിയാണ് അങ്ങനെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തതെന്നും ഈ ഒരു ഇൻസൈഡർ പറയുകയാണ്. കഴിഞ്ഞ വർഷമാണ് മയോസൈറ്റിസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ സാമന്തയെ ബാധിച്ചത്. പേശികളെ ബാധിക്കുന്ന ഈ ഒരു അസുഖത്തിന്റെ ചികിത്സയിലായിരുന്നു ഇതുവരെയും നടി. ഇതിന്റെ ഭാഗമായി കരിയറിൽ നിന്നും ചെറിയൊരു ഇടവേള എടുക്കുകയും നടി ചെയ്തിരുന്നു. വിവാഹമോചനമുണ്ടാക്കിയ ആഘാതത്തിനിടെയാണ് ഈ ഒരു ആരോഗ്യ പ്രശ്നം നടിയെ വലച്ചതും. സാമന്ത തന്റെ ആരോഗ്യ പ്രശ്നത്തെ അതിജീവിക്കുക കൂടിയാണ് ഇപ്പോൾ. കരിയർ ശക്തിപ്പെടുത്തുന്നതിനാണ് നടി ഇപ്പോൾ ഏറെയും ശ്രദ്ധ നൽകുന്നതെന്നും ഇവർ പറയുന്നുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികൾ തുടരെ വന്നപ്പോഴും താൻ തകർന്നു പോയിരുന്നുവെന്ന് സാമന്ത നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. സിറ്റാഡൽ എന്ന സീരീസാണ് സാമന്തയുടേത് ഇനി പുറത്തിറങ്ങാനുള്ളത്. ബോളിവുഡ് നടൻ വരുൺ ധവാനാണ് സാമന്തയുടെ നായകനായി ഈ സീരീസിൽ എത്തുന്നത്. ഇരുവരും ആദ്യമായി ഒരുമിച്ചെത്തുന്ന സീരീസ് കൂടിയാണ് സിറ്റാഡൽ. ഫാമിലി മാൻ എന്ന സീരീസിന് ശേഷമാണ് സാമന്തയ്ക്ക് ബോളിവുഡിലും ഏറെ സ്വീകാര്യത ലഭിക്കുന്നത്. ഖുഷിയാണ് സാമന്തയുടേത് ഒടുവിൽ പുറത്തിറങ്ങിയിരിക്കുന്ന സിനിമ. വിജയ് ദേവരകൊണ്ട നായകനായ ഈ തെലുങ്ക് ചിത്രം മികച്ച വിജയമാണ് നേടിയെടുത്തത്. അതേസമയം തന്നെ തെന്നിന്ത്യൻ നായികമാരിൽ ഇക്കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയത് ഒരുപക്ഷെ നടി സാമന്തയുടെ വ്യക്തിജീവിതം തന്നെയായിരിക്കും. വ്യക്തിജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി സാമന്തയുടെ അരികിലേക്ക് വന്നപ്പോഴും വളരെ പക്വതയോടെ തന്നെയാണ് ഇവയൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് നടി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞത്. ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം കെട്ടിപ്പടുത്തുവെന്ന് നടി വിശ്വസിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ആകസ്മികമായ സംഭവ വികാസങ്ങൾ സാമന്തയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന സാമന്തയ്ക്ക് കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ താരറാണിയായി മാറുവാൻ കഴിഞ്ഞു. തെലുങ്കിലും തമിഴിലും തിരക്കേറിയ നടിക്ക് പിന്നീട് പാൻ ഇന്ത്യൻ പ്രോജക്റ്റുകളുടെ ഭാഗമാകുവാനും വേഗത്തിൽ തന്നെ സാധിക്കുകയും ചെയ്തു. 2017 നടൻ നാഗചൈതന്യയെ സാമന്ത വിവാഹം ചെയ്യുന്നത്. ഇരുവരും ഏറെ നാളായി പ്രണയത്തിലായിരുന്നതിനു ശേഷമാണ് വിവാഹം കഴിക്കുന്നത്. വിവാഹത്തിന് ശേഷവും മികച്ച അവസരങ്ങൾ സാമന്തയെ തേടി വന്നുകൊണ്ടേയിരുന്നു. ജീവിതവും കരിയറും സാമന്ത ആഗ്രഹിച്ചതുപോലെ തന്നെ മുന്നോട്ട് പോകുന്ന സമയം കൂടിയായിരുന്നു അത്. ഇതിനിടെയാണ് താരത്തിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറുന്നത്. നാഗചൈതന്യയുമായുള്ള വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു തുടങ്ങി. വിവാഹത്തിന് ശേഷം കരിയറിൽ വലിയ കുതിച്ചുചാട്ടം തന്നെയാണ് സാമന്ത റുത്ത് പ്രഭു എന്ന നടിക്കുണ്ടായത്. എന്നാൽ ഇത് നടിയുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചെന്നാണ് അന്ന് വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇവർ വിവാഹമോചിതരായത് എന്തിനു വേണ്ടിയാണെന്നോ എന്താണ് കാരണമെന്നോ താരങ്ങൾ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടുമില്ല. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.